ബേസിക്കലി ഞാൻ 2018 പാസ് ഔട്ട് ആയിരുന്നു ബിടെക്. CET ആയിരുന്നു ബിടെക് കഴിഞ്ഞത്. ചെറുതിലേ ആയിട്ടുള്ള ഒരു സ്വപ്നം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു. ചെറുതിലേ അതായിരുന്നു എന്റെ സ്വപ്നം. ടീച്ചർ ആണെന്നുള്ളതായിരുന്നു ഏക ആഗ്രഹം. ഫസ്റ്റ് എക്സാം ഞാൻ PSC കരിയറിൽ എഴുതുന്ന എക്സാം എന്ന് പറയുന്നത് PWD ആണ്. അപ്പൊ ആ എക്സാമിന് മുന്നേ തന്നെ എല്ലാ സബ്ജക്ട്സിന്റെയും ഷോർട്ട് നോട്ട്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒരു 10-20 പേജിൽ ആ ഫുൾ സബ്ജക്റ്റിന്റെ കോൺസെപ്റ്റ്സും ക്വസ്റ്റ്യൻസും അതിനകത്ത് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു എക്സാം ഇന്ന് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് 20 സബ്ജക്റ്റും വൈകുന്നേരം എനിക്കൊരു റൗണ്ട് നോക്കി തീർക്കാൻ പറ്റണം എന്നൊരു കോൺഫിഡൻസ് എനിക്ക് വേണം. അപ്പോഴത്തേക്ക് എക്സാം വിളിച്ചു. പക്ഷെ എന്നും എന്റെ മനസ്സിൽ ഈ ഗവൺമെന്റ് ജോലി എന്നുള്ളൊരു സാധനം എന്റെ മനസ്സിലുണ്ട്. അതിനകത്ത് AT എന്നുള്ള സാധനം എന്റെ ഒരു വിദൂര സ്വപ്നത്തിലുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് സിവിലിയൻസിലെ ഓരോ ടീച്ചേഴ്സും അവർ പഠിപ്പിക്കുന്നതിനപ്പുറം നമുക്ക് ഓരോരുത്തരും അത് മനസ്സിലായി എന്നുള്ളത് ഭയങ്കരമായിട്ട് അവർ എൻഷുർ ചെയ്യുമായിരുന്നു. ഡെയിലി ഇവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു. ഡെയിലി എന്നും പേടിച്ചിട്ടൊക്കെയാണ് ക്ലാസ് വരിക. എന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കും. എപ്പോഴും എക്സാംസ്, എല്ലാ വീക്കിലും എക്സാംസ്. പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ ചുമ്മാ ഒരു ടെസ്റ്റ് കണ്ടാലും ആ ടെസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്യും. ചിലപ്പം 0 ആയിരിക്കും. ഞാൻ ഒരിക്കലും സിവിലിയൻസിൽ ഒരു പരീക്ഷയ്ക്കും ഞാൻ ടോപ്പിൽ എത്തിയിട്ടില്ല. മേ ബി ഒരു ടോപ്പ് 10, 20 ഒന്നും ഞാൻ എത്തിയിട്ടില്ല. പക്ഷെ തോക്കാൻ ഞാൻ തയ്യാറല്ല. നമ്മൾ അപ്പം കാണുന്നില്ല ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളെക്കാളും നമ്മൾ 50 ചെയ്യുക, ബാക്കി വേറെ ആളുടെ കയ്യിലിരിക്കും. അത് നമുക്ക് ആ ഒരു ഉള്ളിൽ ആ ഒരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ പൗലോക്കോളോ പറഞ്ഞ ഹോൾ വേൾഡ് കൺസ്പിറസി അച്ചീവിങ് ഇറ്റ് എന്നായിരുന്നു എൻ്റെ ഒരു കാര്യം. എല്ലാവരും എൻ്റെ ചുറ്റിൽ നിന്ന് ഭയങ്കരമായിട്ട് ഈ ഒരു ഡ്രീമിലേക്ക് എന്നെ സപ്പോർട്ട് ചെയ്തു.